ഈ കഴിഞ്ഞ IFFK സ്ക്രീൻ ചെയ്ത സിനിമ പ്രീ റിലീസിംഗ് സമയത്ത് തന്നെ നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് എടുത്ത സിനിമ. തിയേറ്ററിനകത്തും പുറത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പെണ്ണും പോരാട്ടം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെയുള്ളത് ആക്ടർ സുമ, ദിനേശ് പെപ്പോ ആൻഡ് സതീഷ് പുളിക്ക. സോ വെൽക്കം വെൽക്കം. താങ്ക് യു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു പരിപാടികളൊക്കെ? സുഖം, നന്നായി സുഖം. പോകുന്നു. അടിപൊളി. അതെ. സോ പെണ്ണും പോരാട്ടം മൂവിയുടെ ആഫ്റ്റർ റിലീസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? യെസ്, വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം സുമ. അവിടെ തുടങ്ങി ചേഞ്ചസ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കണ്ടവരെല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം. ബാക്കിയൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇനി നടക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ സിനിമ എല്ലാവരും സ്വീകരിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ടോട്ടലി ഏറ്റവും കിട്ടിയ കോംപ്ലിമെന്റ് എന്താ? ചിരിയെ കുറിച്ചാണോ? അതെ, ചിരിയെ കുറിച്ച് എല്ലാരും പറയാനുണ്ട്. അതെ, വന്നുപോയി ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പടം. കാരണം എന്നെ ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണാന്നുള്ളത് നാട്ടുകാരുടെ കൂടെ അവരുടെ കൂടെ ഒരു താല്പര്യമായിരുന്നു. അത് അവരുടെ കൂടെ ഇഷ്ടമായിരുന്നു. കാരണം കുറെ കാലമായിട്ട് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നതാണ്, സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും വലിയൊരു വേഷത്തിൽ അവർ കണ്ടത് ഒരു വലിയ സന്തോഷം. കുറെ പേര് പ്രൗഡ് മൊമെന്റ്. അതെ, വിളിച്ച് എല്ലാവരും അഭിനന്ദനങ്ങൾ. ഓക്കെ, ബാബുരാജ് എന്തൊക്കെയാണ് റെസ്പോൺസ്? പടം ഇറങ്ങി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പോവാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ, അച്ഛനൊന്നും കൂടെ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആള് ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ചൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാ ആൾക്കാരും, നമ്മളെല്ലാവരും കുറേ വർഷങ്ങളായി, ഞാനും സുമയൊക്കെ ഡ്രാമ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നാടകം, സിനിമ പരിപാടികളൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു. നമ്മളതിൽ വലിയൊരു ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു ഓക്കെ, സോ എങ്ങനെയാ മൂവിയിലേക്ക് എൻ്റർ ആയത്? ഈ ഒരു സിനിമയിലേക്ക് എൻ്റർ ആയത്? ഞാൻ ഓഡീഷൻ വഴിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ സിനിമയുടെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എറണാകുളത്താണ് കഴിഞ്ഞൊരു 5 കൊല്ലമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് പാലക്കാട് എറണാകുളത്തേക്ക്, സ്വാഭാവിക സിനിമ എറണാകുളത്താണല്ലോ, അപ്പോൾ എറണാകുളത്തേക്ക് വന്നു. പക്ഷെ പെണ്ണും പൊറോട്ട അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലക്കാട്ടേക്ക് പോയി. അപ്പോൾ അതിൽ കാസ്റ്റിംഗ് ഡയറക്ടറാണ് പുളിക്ക. അപ്പോൾ നമ്മുടെ അജയ് വിജയ് എന്ന ഒരാളുണ്ട്, 2 പേരാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ ഇവർ വിളിക്കുന്നു. അപ്പോൾ ഓഡീഷൻ എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. നമ്മൾ രാജേഷേട്ടൻ്റെ പ്രോസസ്സ് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. ഒരു 3, 4, 5 കിടന്നിട്ടാണ് നമുക്ക് ഓഡീഷനിലേക്ക് സെലക്ട് ആയത്. അത് വലിയൊരു പ്രോസസ്സായിരുന്നു. 1, 2, 3 അങ്ങനെ വിളിച്ച് നമ്മൾ സോർട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സെലക്ഷൻ കിട്ടിയത്. എത്ര എളുപ്പമല്ലായിരുന്നു. ഓക്കെ, പ്രോപ്പർ ഓഡീഷൻ തന്നെയായിരുന്നു. അതെ, ഓഡിഷൻ തന്നെയായിരുന്നു. ഫസ്റ്റ് മൂവിയാണ്? ആദ്യത്തെ മൂവി. ഓക്കെ, ടോട്ടലി ക്യാമറയുടെ ഫ്രണ്ടിൽ ഫസ്റ്റ് ആണ്? ക്യാമറയുടെ ഫ്രണ്ടിലും ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഉണ്ട്. വലിയ സിനിമ എന്നതിൽ ഇത് തന്നെയാണ് ഫസ്റ്റ്. അതെ. പക്ഷെ ഇതിനു മുമ്പ് റോന്ത് അഭിനയിച്ചിരുന്നു. ഇത് അഭിനയിച്ചതിന് ശേഷമാണ് റോന്ത് അഭിനയിച്ച്. അതാണ് ആദ്യം ഇറങ്ങി. അതെ, പെണ്ണും പൊറോട്ടാണ് ആദ്യം അഭിനയിക്കാൻ തുടങ്ങിയത്. ഓഡീഷൻ വഴി തന്നെയാണ്. സതീഷ് പുളിക്ക. എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് പരിപാടികളൊക്കെ? കാസ്റ്റിംഗ് ഞാനും അജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും പിന്നെ നമ്മുടെ ദീപക് ഉണ്ടായിരുന്നു കൂടെ. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു 7-8 മാസത്തെ പ്രോസസ്സായിരുന്നു പരിപാടി. പിന്നെ ആദ്യം കുമാറിനെ പോലെ ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് ബാക്കി കാസ്റ്റ് എല്ലാം ഫിക്സ് ആയി വരുന്നത്. ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സിന്റെ ഭാഗം. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ആക്ച്വലി പാലക്കാടാണെങ്കിൽ കൂടെ ഞാൻ ചെറുപ്പളശ്ശേരിയാണ്. കുറച്ചൊരു വള്ളുവനാടൻ പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ കുറേ ആക്ടേഴ്സിന്റെ കൂടെ 8 മാസം ഇവരുടെ കൂടെ ഞാനും അഭിനയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ആ പ്രോസസ്സ് ആസ്വദിച്ച് ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇതിന്റെ ഭാഗമാവാൻ പോകുന്നുണ്ട്. ഇല്ല. രാജേട്ടൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഏകദേശം ഷൂട്ടൊക്കെ അടുക്കാറാവുന്നതിന്റെ ഒരു മാസം 2 മാസം മുന്നെയാണ് ഇത് പറയുന്നത്. ഈ ബാബുരാജ് ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ ഞാനായിരിക്കും മേ ബി ഓഡീഷൻ അല്ലാണ്ട് ഇന്നായിട്ടുണ്ടാവും. എന്നാ എല്ലാ ഓഡീഷനിലും ഞാൻ ഉണ്ടാവും. അങ്ങനെ ദിനേശ് പെപ്പോ, വൈ ദാറ്റ് നെയിം? ഞാൻ ദിനേശ് പെപ്പോ എന്ന് വിളിക്കണോ, കുമാരേട്ടാന്ന് വിളിക്കണോ? ആദ്യം പെപ്പ എന്നായിരുന്നു പേര്, പിന്നെ മാറ്റി എന്നൊക്കെ അറിഞ്ഞു. എന്താണ് പേരിന്റെ പിന്നിലെ കഥ? ദിനേശ് പെപ്പെ തന്നെയായിരുന്നു. എല്ലാവരും പെപ്പെ, കോളേജ് മുതലേ എല്ലാവരും പെപ്പെ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ
പെണ്ണും പൊറോട്ടിലേക്ക് വന്നതിന് ശേഷം പെണ്ണും പൊറാട്ടും. അതെ അത് പെപ്പു എന്നായി. Yes. ഇപ്പൊ ഓൾറെഡി ഒരാൾ പെപ്പെ എന്നുള്ളത് കൊണ്ട് ഞാൻ പെപ്പു എന്നാക്കി. പെപ്പു എന്നാക്കി. പുതിയ ഒരാളില്ല. ഒരു കൺഫ്യൂഷൻ വേണ്ട. അതെ. Okay, so the പെണ്ണും next step. പൊറോട്ടും അതാണ് പെപ്പു. അതാണ് പെപ്പു. അതെ. ഓക്കെ. ഇപ്പോ ഈ സിനിമയുടെ ഏത് റിവ്യൂസ് എടുത്താലും എല്ലാരും പറയുന്നത് പെർഫോമൻസിനെ കുറിച്ചാണ്. ബിക്കോസ് പുതിയതായിട്ടുള്ള ആൾക്കാർ ഇത്ര ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്ന പോലുമില്ല എവിടെയും. പുതുമുഖങ്ങളിൽ നിന്ന് വ്യാജേന എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ആക്കിയിട്ടുണ്ട് എന്നുള്ള ഫീൽ ഉണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെയായിരുന്നു ഷൂട്ടിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ്, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് ആക്ച്വലി ക്യാമ്പ് ഉണ്ടായിരുന്നു. ഉം. ഒരു 3 ഡേ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ സനോജ് മാമോ സുർജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരാണ് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ എല്ലാവർക്കും കുറെ ആൾക്കാർക്ക് ക്യാമറ പരിപാടി ഒന്നും ചെയ്യാത്ത, ഇതുവരെ നാടകത്തിൽ പോലും അഭിനയിക്കാത്ത കുറെ ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ സിനിമയിൽ. അപ്പോൾ അവർക്ക് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു ആ സമയം. ഞാൻ രാജേട്ടനാണ് ഉണ്ടാകുന്നത്. രാജേട്ടന് ഭയങ്കര ക്ഷമയുണ്ട്. രാജേട്ടൻ ഇങ്ങനെ കുറെ ചെയ്ത് പരിചയമുള്ളതുണ്ടാവും. നമ്മളും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കി പോകും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണല്ലോ പരിപാടി. ഭയങ്കര ക്ഷമയിൽ ആൾക്കാരെ ഡീൽ ചെയ്യുക, അവർ ഭയങ്കര വർക്ക് ഫ്ലോയിൽ പരിപാടി തീർക്കുക എന്നുള്ളൊരു ഐഡിയ മൂപ്പർക്ക് ഉണ്ട്. അപ്പൊ അതാണ് മെയിൻ. മൂപ്പരാണ് അതിന്റെ ആള്. സാധാരണ ഒരു സിനിമ പോലെ അല്ലായിരുന്നു. നമ്മള് ഡയലോഗ് പഠിപ്പിച്ച് നന്നായി പഠിച്ചു വരണം അങ്ങനെയൊന്നും അല്ലായിരുന്നു. സ്പോട്ടിൽ വരും, ഇതാണ് സിറ്റുവേഷൻ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു ചെയ്യിപ്പിക്കും. അപ്പൊ അത്യാവശ്യം നമ്മൾ ഡയലോഗ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് മാറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് വേറെ പരിപാടി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും, നമ്മൾ അറിയാതെ തന്നെ. അതാണ് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. രേഷേട്ടൻ നന്നായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ട്രെയിനിങ് അല്ല എന്നുള്ള വ്യാജേന ആൾ ട്രെയിൻ ചെയ്യും. അതെ. നമ്മൾ അറിയാതെ. ഓക്കെ. രാജേഷ് മാധവൻ എന്ന ആക്ടറെ, എന്ന കാസ്റ്റിംഗ് ഡയറക്ടറെ ഒക്കെ മലയാളികൾക്ക് ഫെമിലിയർ ആണ്. രാജേഷ് മാധവൻ എന്ന ഫിലിം ഡയറക്ടറിനെ, ആ ഒരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് എൻ്റർ ആവുന്ന സിനിമയാണ് പെണ്ണും പൊറാട്ടും. സോ ഹൗ ഇസ് ഹി ലൈക്ക് ആസ് എ ഫിലിം ഡയറക്ടർ? എങ്ങനെയാണ് ഇത്? ഈ പറഞ്ഞ പോലെ ഇംപ്രവൈസേഷൻസ് ഒക്കെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യും, ആ ഒരു രീതിക്കാണോ? ആണ്. അതെ. ആ, കുറച്ചൊക്കെ ചിലതൊക്കെ പറയും, അതെ. വേണ്ട വേണ്ട. പ്ലീസ്. അങ്ങനെയല്ല. ചെയ്തോ വേണ്ടെങ്കിൽ കുറെ ചെയ്യിപ്പിച്ചിട്ട് അവസാനം അത് അത്രയും വർക്കല്ലാത്ത സാധനങ്ങൾ നമ്മളെല്ലാം അങ്ങനെ കൊടുത്തോണ്ടിരിക്കില്ല ചില ആൾക്കാര്. അപ്പൊ ചിലതൊക്കെ ആള് എടാ അത് വേണ്ട, ഭയങ്കര സിമ്പിൾ ആയിട്ട് അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലല്ലാണ്ട് എടാ അത് വേണ്ടെന്ന് പറയാം. അപ്പൊ ആൾക്കാർക്കും തോന്നുന്നു മറ്റേത് എടുത്തല്ലോ, തൊട്ട് മുമ്പ് ഞാനൊരു സാധനം ഇട്ടായിരുന്നു, അത് ഓക്കെ അല്ലോ, ഇതല്ല വേണ്ടെന്ന് വെച്ചുള്ളൂ എന്നുള്ള മൈൻഡിൽ അത് പോവും. അങ്ങനെ അങ്ങനെ ആരും ആക്ടേഴ്സ് ആരും നിരുത്സാഹപ്പെടുത്തിയിട്ട് പോയിട്ടില്ല. എല്ലാവർക്കും എല്ലാരും സമാധാനിപ്പിച്ച് സമാധാനം ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും വന്നിട്ടുള്ളത്. എന്നോട് പൊടിക്ക് കുറച്ച് കൂട്ടിക്കോന്നാ പറഞ്ഞു. ഒന്ന് കൂട്ടിയിടാവുന്ന ആ, പറഞ്ഞു. കമ്മിയാക്കാൻ പറഞ്ഞു. ഇല്ല കൂട്ടിയിടാതെ. okay. അപ്പൊ കംപ്ലീറ്റ് ആ ഒരു മീറ്റർ തന്നെ പിടിച്ചത്. അതെ അതെ അതെ. Okay. അല്ല ചില സീനുകളിൽ അതെ. ചില സീനുകളിൽ അല്ല പൊടിക്ക് പൊടിക്ക് കൂട്ടി. ആരെ പോലെയാണ് അഭിനയിക്കുക അല്ലെ? ആരെ ഉണ്ടായിരുന്നു? പറഞ്ഞോ. അല്ല നടന്നു വരുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. ആ. പുളിക്ക് ഞാനും കൂടി നമുക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാം. സംസാരിക്കാം. അപ്പൊ ഇന്ന് തളപതി വിജയമാരി കൊണ്ട് ആ സ്റ്റൈലിലൊന്ന് പിടി എന്നൊക്കെ പറഞ്ഞിരുന്നു. ചാടിയിട്ട് ചാടിയിട്ട് മതി. ലാലേട്ടനൊക്കെ പിടിച്ചു. ലാലേട്ടൻ എടുക്കുന്നത് എന്നോട് പറഞ്ഞിരുന്നു, എന്താണ് മുൻകൊടുക്കാൻ പഠിക്കണം, ഒരു ചെറിയ സീൻ ഉണ്ട്, മടക്കി കിട്ടാൻ പഠിക്കണം. അതെ, അങ്ങനത്തെ കുറച്ച് സീൻ. ലാലേട്ടന്റെ മനസ്സിൽ ധ്യാനിച്ചാണ് ചെയ്തത്. അതെ 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 അതെ. അപ്പൊ ശരിക്കും മുണ്ടെടുക്കാനൊക്കെ വീട്ടിൽ പോയിരുന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചിരുന്നു. സ്പോട്ടിലും വീട്ടിലും എല്ലാം പോയി പഠിച്ചിരുന്നു. ദളപതി ഫാനാണോ? അതെ തളപതി. ആണ്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി അത് ഫോളോ ചെയ്തു. അതെ അതെ. ഓക്കെ. സോ സിനിമയുടെ പെർഫോമൻസിലേക്ക് വീണ്ടും നാം വരുമ്പോ ലൈക് 100-ലധികം പേര് പുതുമുഖങ്ങളാണ്. സോ എന്നിട്ടും എല്ലാവരും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് ക്രെഡിറ്റ് ഡയറക്ടർക്കാണോ കൊടുക്കേണ്ടത്? ഡയറക്ടർ ഡയറക്ടർ എന്റെ ഇനി ഇവരുടെ ആക്ച്വലി കാസ്റ്റിംഗ് ടീമിന് ഇവരെ അഭിനയിപ്പിച്ചെടുക്കുന്നതിൽ വലിയ പങ്കൊന്നുമില്ല. ആക്ച്വലി ഇങ്ങനത്തെ ആൾക്കാരാണോ, ഇതിന് പറ്റിയ ആൾക്കാരാണോ എന്ന് കണ്ടെത്തി വെക്കുക എന്നുള്ളതായിരുന്നു. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ രാജശേഖരന്റെ കയ്യിലുള്ള പരിപാടികളാണ്. അതിലേക്ക് ഇല്ല. പിന്നെ അങ്ങനെ എല്ലാം സാധാരണ ഇപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സാധാരണ പഞ്ചായത്ത് പണിക്കൊക്കെ പോകുന്ന സമയത്ത് ഇവർ ചായക്കടയിൽ പോകുന്ന സമയത്ത് ചേച്ചിമാരെ കാണും. അവരെന്നെ വിളിച്ചിട്ടൊക്കെയാണ് അഭിനയിപ്പിച്ചത്. അപ്പൊ അവർ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. ശ്രീ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് നമുക്കൊന്ന് ഓഡിഷൻ ചെയ്ത് നോക്കിയാലോ,
ഇല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന് ചില ആൾക്കാർ എവിടെ അഭിനയിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഒട്ടുമിക്ക കുറെ ആൾക്കാർ. നമ്മൾ അല്ലാണ്ട് വിളിച്ച ഓഡീഷൻസ് വളരെ കുറച്ച് ആൾക്കാരെ മേ ബി ഉണ്ടാവുള്ളൂ. കാസ്റ്റിംഗ് കോൾ വഴി അതായത് മറ്റേ വീഡിയോ അയച്ച് വന്നതിലൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പിന്നെ വർഷ, സുമ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, ഈ സുമയല്ല വേറെ സുമ. സിനിമയില് രണ്ട് സുമ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്ത വർഷ, അതുപോലെ അങ്ങനെ കുഞ്ഞാപ്പ, നമ്മുടെ മാഷായിട്ട് അഭിനയിച്ചിട്ടുള്ള ഷനോജ് അല്ലൂര്, മൂപ്പരെയൊക്കെ നമ്മള് എനിക്ക് പേഴ്സണലി ഡ്രാമ അങ്ങനെ പരിചയമുള്ള കാരണം നമ്മൾ വിളിച്ച് വരുത്തി അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് എൻ്റെ. ഓക്കെ, ലൈക് ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? സുമയായിരുന്നോ ഗ്രൂമിങ്ങിന്റെ ഒക്കെ ഒരു പാർട്ടായിരുന്നോ? ഇല്ലല്ല. സുമ നമ്മുടെ നമ്മള് കാസ്റ്റിംഗ് പരിപാടിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നെന്മാറയിലൊക്കെ നെന്മാറയിലൊക്കെ സമയത്ത് സമയത്ത് അവിടുത്തെ ആളുകളൊക്കെ വിളിച്ച് ചെയ്യിപ്പിക്കാനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രൂമിങ് മറ്റേ അതിന്റെ കാര്യം പറഞ്ഞു. കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്യാമ്പൊക്കെ ചെയ്തിട്ടുള്ള സനോജ് മാമ, സുർജിത്ത്, മൂപ്പര് സുജിത്തേട്ടൻ ടോക്സിക്കിലൊക്കെ കുറെ അറിയുന്നുണ്ടാവും. മെലിഞ്ഞിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചുരുളി കുറെ പടത്തിലുണ്ട്. നല്ല ആക്ടറാണ്. So, ഒരു ക്യാരക്ടറിനെ കുറിച്ച് തന്നൊരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു രാജേഷ് ഏട്ടൻ? പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. തന്നിട്ടില്ല. എനിക്ക് തന്നിട്ടില്ല. എനിക്കില്ല അങ്ങനെയല്ല, എന്തോ എന്താ പറയാ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി നറേറ്റ് ചെയ്യാറ്. എനിക്ക് ഒന്ന് മാത്രം പറഞ്ഞു, നീ തടി വെക്കണമെന്ന് പറഞ്ഞു, വണ്ണം വെക്കണമെന്ന് പറഞ്ഞു. മെലിഞ്ഞായിരുന്നു, ഇതിനെക്കാളും മെലിഞ്ഞായിരുന്നു. എന്തായിരുന്നു. ട്രയൽ നടത്തി. അതെ, അല്ല പക്ഷെ കുറച്ചൊരു ഒരു 5 കിലോ നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര മെലിഞ്ഞിട്ടാണ്. ഇന്ന് കുറച്ചൊന്ന് കൂടി. ഇപ്പൊ വീണ്ടും അതേപോലെ ഇപ്പൊ പഴയ രീതിയിൽ തന്നെ. കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല. അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞു ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ആ സമയം സിറ്റുവേഷൻ പറയും, ഇതാണെന്ന് പറയും. പിന്നെ സിനിമ നമ്മൾ അവസാനിക്കുന്ന സമയത്താണ് ഇതായിരുന്നല്ലേ കഥ, അന്നേ മനസ്സിലായിട്ടുള്ളൂ എല്ലാവർക്കും. പിന്നെ അതിന്റെ സെന്റർ പോർഷനൊക്കെ എടുക്കുമ്പോൾ ഓക്കെ, നമ്മൾ ഇതാണ് നമ്മുടെ പരിപാടി, ഇതാണ് നമ്മുടെ കേട്ടറെന്ന് ഒരു ഇത് കിട്ടും. പക്ഷേ ഇതായിരുന്നല്ലോ, ഇത്രയും പടം കണ്ടവർക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ ആളുകൾ എന്ന് അല്ലേ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ ക്യാരക്ടർ അറിയാത്തത് നല്ലതായി. അത് നല്ലതായി. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു രാജായിട്ടുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആക്കിയേനെ. ഓക്കെ, ഓർന്നല്ല, നമ്മള് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യൂലോ എല്ലാരും. എല്ലാരും പുതിയ ആൾക്കാരായതുകൊണ്ടും കൂടെ ആയിരിക്കും മേ ബി മൂപ്പര് അങ്ങനെ പറയണ്ടെന്ന് തന്നെ ആദ്യം മുതലേ ഉണ്ട്. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ കൊടുക്കുക, അല്ലാണ്ട് ആ സിറ്റുവേഷനിലല്ല നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു റോളൊക്കെ കിട്ടി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ കൂടും. അപ്പൊ ചിലപ്പോൾ അതിൽ ലോക്കായി പോകും. അവിടെ വന്നിട്ട് ആൾക്കാർ ഇംപ്രൂവൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ പെർഫോമൻസുകളാണ് ഉള്ളത്. പിന്നെ കുറച്ച് കീ ആയിട്ടുള്ള കുറച്ച് വേർഡ്സും പരിപാടികളും ദിവ്യേട്ടനും രാജേട്ടനും അതിന് ഭയങ്കര ഇതുണ്ട്. ക്യാൻ വി മേക്കിലാവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള ധാരണയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് മാത്രമേ ഫീഡ് ചെയ്യുള്ളൂ. ഇത് ഇന്ന തന്നെ ആവണം, ബാക്കിയൊക്കെ ഇതാണ് എന്നുള്ള രീതിയിൽ പറയും. ഐ തിങ്ക് ദിനേശ് പോത്തൻ വേ ഓഫ് സ്കൂൾ അങ്ങനെയാണ് മൂപ്പരും. നമ്മളവരൊന്നും കണ്ടിട്ടില്ല, പക്ഷെ രാജേട്ടൻ എല്ലാവർക്കും പറയുന്നത് അങ്ങനെ തന്നെയാണ്. മേ ബി അത് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു പെപ്പോ, ഇൻസ്റ്റ ബയോയില് ഞാനൊരു സെന്റൻസ് കണ്ടു. ശരിക്കും അത് എന്താണ് സംഭവം, എന്താണ് അതിന്റെ മീനിങ്? വാട്ട്? ഇൻസ്റ്റഗ്രാമില് ബയോയിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, എന്താണത്? അതിനർത്ഥം എന്താണ്? ഓക്കെ, അതെന്താന്ന് ആദ്യം ഒന്ന് വായിക്കണം എന്നാണ്. ഓക്കെ, അതൊരു ഇതെങ്ങനെയാ ശരിക്കും വായിക്കുക? നീ വായിച്ചോ. അതായത് യൂറോപ്യൻ യൂറോപ്യൻ ലാംഗ്വേജിലെ ഒരു ഇതാണ്. അതെ, ഞാനൊന്നും ഇംഗ്ലീഷ് വേർഡ് അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിൾ അറിയാതിരിക്കട്ടെ, ആർക്കും അറിയാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് വെച്ചാണ്. കീപ് ട്രൈയിങ്. ഇപ്പോഴും ആദ്യമായിട്ട് വായിക്കുന്നേ. അർത്ഥം പറ, ഇത് ചോദിക്കുന്ന അതിന്റെ അർത്ഥം പരിശ്രമമാണ്. പരിശ്രമിച്ച് തോൽവി ജയം അതൊരു ഭാഗം, പരിശ്രമം എപ്പോഴും നിരന്തരം. കീപ് ട്രൈയിങ്. അതെ, അതാണ് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് ഞാൻ വെയിറ്റിന് കൊടുത്തതാണ്, ചോദിച്ചതാണ്. ഇതറിയാൻ ഞാൻ കുറച്ച് പരിശ്രമിച്ചു. ഞാൻ അറിഞ്ഞു മാറ്റിയത്. അയ്യോ, മാറ്റണ്ട, അടിപൊളിയാണ്. കുറെ ഭാഷകളിലേക്ക് മാറ്റി നോക്കിയതായിരുന്നു. അതിൽ ഈ ഒരു ഭാഷയാണ് ഇഷ്ടപ്പെട്ടത്.
ആർക്കും മനസ്സിലാവരുത് അതായിരുന്നു. കണ്ടെത്താൻ വേണ്ടിട്ട് അത് കണ്ടെത്താൻ പറ്റില്ല. അത് ഇതേപോലെ ട്രാൻസ്ലേറ്റ് മനസ്സിലാറേ അപ്പൊ എന്റെ ബയോ കാണുമ്പോ എല്ലാരും ചിന്തിക്കണം അല്ലേ. ബ്രില്യൻറ്റ്. പണിയെടുക്കാതെ നടക്കില്ല, അതാണ് പരിശ്രമിക്കുന്നത്. ഓക്കെ, കൊള്ളാം കൊള്ളാം. പരിശ്രമം കോൺസ്റ്റന്റ് ഓക്കെ, തന്നെയാണ് അതിന്റെ പണിയെടുക്കില്ല. ഞാൻ പണിയെടുത്തു, പക്ഷെ ക്രിയേറ്ററോട് കൂടി തന്നെ പറയണം, അവിടുന്ന് കേൾക്കണം. അങ്ങനെയാണല്ലോ, അവൻ തന്നെ പറഞ്ഞ് കേൾക്കണം. സിനിമയിലെ ഡയലോഗ് പോലെ അങ്ങനെ ഒരു ഡയലോഗ് അറിഞ്ഞില്ലേ, അവൻ പറഞ്ഞു തന്നെ എനിക്ക് കേൾക്കണം, അവന്റെ വായിന്ന് തന്നെ കേൾക്കണം. ഓക്കെ. ആഫ്റ്റർ ദ മൂവി കണ്ടതിന് ശേഷം എല്ലാരും ഭയങ്കര പസിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം ഒബ്വിയസ്ലി സുട്ടുവിന്റെ ആ ഒരു റിയാക്ഷൻസ്, ആക്ടിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടൊവിനോ തോമസിന്റെ സൗണ്ട് ആണ്, ടൊവിനോ തോമസ് ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. സോ അത് ആരുടെ കോൾ ആയിരുന്നു, ടൊവിനോ സൗണ്ട് കൊടുക്കാം എന്നൊരു തീരുമാനം? രാജശേഖരന്റെ ഭയങ്കര സുഹൃത്താണ്, രാജശേഖരന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. രാജശേഖരൻ ആദ്യം മുതലേ, രാജശേഖരൻ സംസാരിച്ച സമയത്ത് പറഞ്ഞു ആദ്യം മുതലേ സുട്ടുവിന്റെ ശബ്ദം മൂപ്പര് ചെയ്ത് ഫിക്സ് ആയിരുന്നു വെച്ചാൽ ആളുടെ മനസ്സിൽ ഫിക്സ് ആയിരുന്നു. പിന്നെ പടം ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പോയി കാണിച്ചു കൊടുത്ത്, രാജശേഖരൻ ചെന്ന് കാണിച്ചു കൊടുത്തിട്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ്, സൗഹൃദത്തിന്റെ പേരിൽ മാത്രമല്ലാണ്ട് ഇതിന് കണ്ടിഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് മൂപ്പർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സുട്ടുവിനെ ടൊവിനോ ശബ്ദം കൊടുത്തത്. പിന്നെ ബേസിൽ ജോസഫ് സൗണ്ട് വരുന്നുണ്ട് എന്നൊരു കാര്യം, അതെ, യെസ്, കുറെ സർപ്രൈസുകളുണ്ട്. സോ ബേസിൽ ജോസഫ് ബേസിക്കലി ടോവിനോ ആയതുകൊണ്ട് ടോവിനോന്റെ പോസ്റ്റിൽ ബേസിലിന്റെ കമന്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ ബേസിലൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് ആയിരിക്കും. പറ്റി ധാരണയില്ല. മേ ബി അതങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദം കൂടെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. ടൊവിനോന്റെ കൂടെ ഒരു കൂട്ടുകാരൻ എന്നുള്ള സെറ്റപ്പിൽ എപ്പോഴും ബേസിൽ ജോസഫ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല, പക്ഷെ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയാം. അങ്ങനെ ആയിരിക്കും. ഒരു വലിയ സിനിമയപ്പോ. അതെ, വലിയ സിനിമയായി. അതെ, വലിയ സിനിമ ആവണം. വലിയ സിനിമ. ഇപ്പോ സുട്ടിന്റെ ആക്ടിങ് പറയുമ്പോ ഏറ്റവും ഞാൻ ശ്രദ്ധിക്കുന്നത്, ആ ഇനീഷ്യലി ആണെങ്കിലും വീട്ടിലേക്ക് ഓരോരോ ആൾക്കാർ വരുമ്പോ മുഖഭാവത്തിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സബിൻ ഉരുളിക്കണ്ടിയാണ് DOP. സോ ലൈക്ക് ഞാൻ കണ്ട ഒരു സംഭവത്തില് രാജേഷേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം അത്രയും ടൈമും എഫേർട്ടും ഇട്ട് വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു DOP വൈസ് എങ്ങനെയായിരുന്നു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? ഏറ്റവും കൂടുതൽ ഒരു ടേക്ക് പോയിട്ടുള്ള സീൻസ് ഏതൊക്കെയായിരിക്കും? എല്ലാവർക്കും, എനിക്ക് ഒരുപാടുണ്ടല്ലോ. ആദ്യത്തെ തന്നെ ടേക്ക് നമ്പർ പോയിക്കൊണ്ടേയിരിക്കുന്നത്, എത്രയെന്ന് അറിഞ്ഞില്ല. അവസാനം ടേക്ക് നമ്പർ 26. അല്ല, ഇത് പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രഷർ ഇല്ല. ഇപ്പൊ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവണം അങ്ങനത്തെ പ്രഷർ ഇതിലില്ല. അത് നമ്മളെ ആക്ടറെ ഏറ്റവും കൂടുതൽ കംഫർട്ട് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് ബാക്കി എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആണ്, ആ ഒരു പേടിയിലാണ് എല്ലാവരും നിൽക്കുക. ഓക്കെ, നമ്മളത് ഡയലോഗ് പഠിക്കണം, അതൊക്കെ നമുക്ക് ചെയ്യണം, അതൊക്കെ നമ്മൾ ആക്ടേഴ്സ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഏറ്റവും നല്ല ടേക്ക് എടുക്കുള്ളൂ, ആ സമയം നമുക്ക് തരും എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് അതല്ല, നമുക്ക് നല്ല ടേക്ക് തരും നമ്മളെല്ലാവരും. ഞാൻ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തിട്ടുണ്ടാവുക സുട്ടുവിനെ, ചെറിയ സുട്ടുവിനെ വാങ്ങുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തത്. അത് സതീഷാണ് വാങ്ങിയത്. ഓക്കെ, അത് ഈ വിരലുകൾ കൊണ്ടുവരും അഭിനയിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള്, അതായത് ഭയങ്കര ടൈറ്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ക്യാമറ കുറച്ച് ദൂരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്റെ ഫുൾ പരിപാടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു സുട്ടുവിനെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കൈൻ്റെ അവിടേക്ക് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ പെറ്റ്സിന് കൊടുക്കുന്ന സാധനമൊക്കെ തേച്ച് അവിടെ മണത്ത് അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കുറച്ച് ഉണ്ടാവും, പാടുണ്ടാവും. അപ്പം അത് ക്യാമറയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് സുട്ട് കറക്റ്റ് ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ എടുക്കണം അത്. അപ്പോൾ അത്ര ചെറിയ പരിപാടിയാ, ഇത്രയേ ഉള്ളൂ പറയുമ്പോൾ. ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കൈ ഇങ്ങോട്ടാക്കും, അപ്പോൾ ഇത് ഫ്രെയിം ഔട്ട് ആകും. അത് ഞാൻ അറിയുന്നേ ഇല്ല. കട്ട് വിളിക്കും അവസാനം രാശേട്ടൻ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ മോണിറ്ററിന്റെ അടുത്ത് കൊണ്ടുപോയി. മോണിറ്ററിന് നോക്കി ഇത്രയേ ഉള്ളൂ, എന്നിട്ട് പിന്നെ പോയി ചെയ്തിട്ട് എന്നിട്ടും രണ്ട് മൂന്ന് കൂടുതൽ എക്സ്പ്രഷൻ വേണ്ട, ഇതാണ് പരിപാടി. അപ്പൊ അത്രയും വാങ്ങുക, തിരിക്കുക, ഇതാക്കുക. അത് എനിക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് രാജേട്ടൻ വൈകിട്ടിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്തത് ഭയങ്കര ദ്രോഹാന്ന് എനിക്കറിയാം, പക്ഷെ അത് നല്ലതാണ്,
എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അങ്ങനെ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തുന്നതാണ് എന്റെ. ഓക്കെ, അത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മൾ ഗസ് പോലും ചെയ്യൂല. എനിക്ക് ആദ്യം തന്നെ കിട്ടി. ഫസ്റ്റ് സീൻ ഏതായിരുന്നു? ഫസ്റ്റ് സീന് ഡാമിന്റെ മേലെ ആ ആ സ്വരാജ് ചാടി അത് ഡാമിലേക്ക് ഡാമിലേക്ക് ചാടുന്ന സീനായിരുന്നു അല്ല ഫസ്റ്റ് ചെയ്ത്. അതാണ് ഫസ്റ്റ് ലൈനില്. ആ അതന്നെ ഡാമിന്റെ അതന്നെ ഡാമിന്റെ അടുത്ത സീൻ അതന്നെ ഡാമിലേക്ക് എല്ലാരും കൂടി വരുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞു വന്നോ എന്നാണ് പറഞ്ഞത്. എന്റെ ഡയലോഗിലെ റിലേറ്റൊക്കെ പറഞ്ഞു വന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ടേക്കാണ്, കാരണം അതാണ് ടേക്ക് നമ്പർ 26 ഒക്കെ ഞാൻ പറയുന്നത്. 26 ചിലപ്പോ ഫോക്കസ് കറക്റ്റ് ആവില്ല, പിന്നെ ഞാൻ കൊടുക്കുന്ന ലുക്ക് ശരിയാവില്ല, ബാക്കിലുള്ള പയ്യനെ മറിക്കുന്നു, അങ്ങനെ കുറെ ടെക്നിക്കലി ഇഷ്യൂ എന്റെയും പ്രശ്നമല്ല. അതുകൊണ്ട് അത് ഒരുപാട് ടേക്ക് പോയിരുന്നു. എടുത്ത് ചാടിയോ ശരിക്കും? എടുത്ത് ചാടിയില്ല, ചാടിയില്ല. ഓക്കെ, കാണാൻ പോയി അരുത്. അതൊക്കെ ട്രിക്കല്ലേ. ടെക്നിക്കാ. ഓക്കെ, സോ എന്റെ ഫസ്റ്റ് ഞാനും ബാബുരാജായിട്ടുള്ള കോംബോ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ അല്ലല്ല വീട്ടിൽ നിന്ന് പറഞ്ഞ അപ്പൊ ആ സീന് ഫസ്റ്റ് ഡേ നമുക്ക് ഫസ്റ്റ് ഇത് എന്താണെന്ന് അറിയണല്ലോ. അപ്പൊ ഡയലോഗ് ഒന്നും കിട്ടണ്ട, ഫസ്റ്റ് കുറച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ മനസ്സിൽ. പക്ഷെ ഫസ്റ്റ് ഡേ ഡയലോഗ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പാലക്കാട് ആയതുകൊണ്ട് നാട് വിട്ട് നാട്ടിലധികം ഇല്ല, അപ്പോ ഭാഷയൊക്കെ കുറച്ച് പോയി കിടക്കണം. അപ്പൊ എല്ലാവരും നന്നായിട്ട് സ്ലാങ് പറയുന്നുണ്ട്. അപ്പൊ ഒപ്പം ഞാനും പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇടയ്ക്ക് ചില വാക്കുകൾ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ രാജേട്ടൻ പറയും, സുമ അങ്ങനെ പാലക്കാട് പിടിക്ക്, പാലക്കാടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ ടെൻഷനായി. പിന്നെ ഓക്കെ, റിക്കവർ പരിപാടി സെറ്റായി. അങ്ങനെ പിന്നെ നമ്മൾ ടേക്ക് ഒരു 5ാമത്തെ 6ാമത്തെ ടേക്ക് ഓക്കെ ആകുമ്പോഴത്തേക്ക് രാജേട്ടൻ വന്നിട്ട് പറയും നമുക്ക് വേറൊരു സാധനം പിടിക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം തരും. അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള പ്രോസസ് ആയിരുന്നു. അത് നാടകത്തിൽ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. സിനിമയിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചാൻസ് അങ്ങനൊന്നും എല്ലാം ചാൻസ് കിട്ടില്ല, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നന്നായിട്ട് വർക്ക് ചെയ്യും, നമുക്ക് കംഫർട്ടായിരുന്നു. അങ്ങനെ പിന്നെ ടെൻഷൻ അടിച്ചത് സിനിമയുടെ ഫസ്റ്റ് ദിവസം ഒരു കാർ ഒട്ടിച്ച് പോകുന്ന സീനുണ്ട്. അതിലെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കര കറക്റ്റ് പൊസിഷനിൽ എത്തിക്കണം, ഒരു വലിയ പാറമടയാണ്. അപ്പൊ അവിടെ അപ്പുറത്ത് അത് നല്ല പേടിയായിരുന്നു, കാറ് കയറുന്നില്ല, അത് ഭയങ്കര ടെൻഷനായിട്ടുള്ള ഏരിയ ആയിരുന്നു. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.